ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം. എൻ്റെ പേര് വിഷ്ണു. കണ്ണൂരിലാണ് വീട്. വീട്ടിൽ ഞാനും രണ്ടാനമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛൻ ഗൾഫിലാണ്. 4-5 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അച്ഛൻ നാട്ടിൽ വരൂ. എനിക്കിപ്പോൾ 20 വയസ്സായി. ഇനിയും ഞാൻ എൻ്റെ അമ്മയെ പറ്റി പറയാം. അമ്മയുടെ പേര് സുജാത. 40 വയസ്സ്. സ്കൂൾ ടീച്ചറാണ്. നല്ല വെളുത്ത നിറം, തടിച്ച ശരീരം. ആനച്ചന്തയായിരുന്നു അമ്മയ്ക്ക്. അതുകൊണ്ട് സാരി ഉടുക്കുമ്പോൾ പിന്നിൽ നിന്നും നടന്നു പോകുന്നത് കാണാൻ നല്ലതാ ഭംഗിയാണ്. ചന്തയോട് കിടപിടിച്ച് നിൽക്കുന്ന വലിയ 2 കരിക്കും, പിന്നെ ആരെയും മയക്കുന്ന ചിരിയും. അങ്ങനെ ആകെ മൊത്തത്തിൽ കിടിലം ഒരു ചരക്കായിരുന്നു. ഒരു ദിവസം തുണ്ടുപടം കാണാൻ നോക്കിയിരുന്നിട്ട് നെറ്റിന് സ്പീഡ് കിട്ടുന്നില്ല. അപ്പോഴാണ് അമ്മ ഡ്രസ് മാറാൻ റൂമിലേക്ക് പോകുന്നത് കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നാലെ ചെന്ന് താക്കോൽ ദ്വാരത്തിലൂടെ അകത്തേക്ക് നോക്കി. എന്റെ പൊന്നോ, ഞാൻ ഞെട്ടിപ്പോയി. ഒരു പാൻറ്റീസ് മാത്രം ഇട്ട് നിൽക്കുന്ന അമ്മയെയാണ് ഞാൻ കണ്ടത്. അമ്മയുടെ മേൽഭാഗം പൂർണ്ണമായി നഗ്നയായിരുന്നു. അമ്മ തിരിഞ്ഞപ്പോൾ അമ്മയുടെ ആ വലിയ കരിക്കും കണ്ട് എനിക്ക് തന്നെ അങ്ങ് പോയി. പിന്നെ അമ്മയുടെ കുളി കാണുന്നതും തുണി മാറുന്നതും ഒളിഞ്ഞു നോക്കുന്നതും എല്ലാം സ്ഥിരമായി. അങ്ങനെ ഇരിക്കെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി. കമ്പി ട്രോളും കമ്പി ചാറ്റും എല്ലാം ആയി തുടങ്ങി. കുറെ ഇൻസ്റ്റാ ഫ്രണ്ടും ഉണ്ടായി. പിന്നെ അമ്മയെക്കുറിച്ചുള്ള കമ്പി ചാറ്റായി. ഒരു ദിവസം റെജി എന്ന ഒരാൾ ചാറ്റിൽ വന്നു. എന്നേക്കാൾ 3-4 വയസ്സ് കൂടുതലുണ്ട്. സ്ഥലം കോഴിക്കോടാണ്. അവനുമായി നല്ല കമ്പനിയായി. നല്ല പരിചയമായപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു. അതോടെ അവന് അമ്മയോട് വല്ലാത്ത കൊതിയായി. അവൻ അമ്മയുടെ ഫേസ്ബുക്ക് ID ചോദിച്ചു. കുറെ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു. പക്ഷേ അമ്മ അവനെ ഫ്രണ്ടാക്കിയില്ല. പിന്നെ അവൻ അമ്മയുടെ വാട്സാപ്പ് നമ്പർ ചോദിച്ചു. അവസാനം അമ്മ ബ്ലോക്ക് ചെയ്യും എന്ന് വിചാരിച്ച് ഞാൻ അതും കൊടുത്തു. പിന്നെ കുറച്ചു നാളത്തേക്ക് അവന്റെ മെസ്സേജ് ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ വീട്ടുജോലിക്കായി ഒരാളെത്തി. പേര് രവി. നല്ല പെരുമാറ്റവും മറ്റുമുള്ള ഒരു മധ്യവയസ്കനായിരുന്നു രവിച്ചേട്ടൻ. രാവിലെ രവിച്ചേട്ടൻ വീട്ടിലെത്തിയാൽ പറമ്പിലെ ജോലിയെല്ലാം ചെയ്യും. അമ്മയും എന്നെയും വലിയ കാര്യമായിരുന്നു. ഉടുപ്പില്ലാതെ പറമ്പിൽ ജോലി ചെയ്യുന്ന കാരിരുമ്പ് പോലെയുള്ള രവിച്ചേട്ടനെ അമ്മ ആരും കാണാതെ മറിഞ്ഞു നിന്ന് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയ്ക്കും വലിയ വികാരവും വിചാരവും. ഞാൻ ചിന്തിച്ചു, എത്ര നാളെന്നും പറഞ്ഞാ വിരൽ പ്രയോഗം നടത്തുന്നത്. പക്ഷേ രവിച്ചേട്ടൻ ഇതൊന്നും അറിയുന്നില്ല. അറിയാത്ത മട്ടിലാണ് ജോലി ചെയ്യുന്നത്. രവിച്ചേട്ടൻ കാണാൻ വേണ്ടിയാണ് തോന്നുന്നു അമ്മ മിക്കപ്പോഴും വൈശാലിയൊക്കെ കാണിച്ചുകൊണ്ട് രവിച്ചേട്ടന് ചായയും കൊണ്ട് ചെല്ലുന്നത്. അപ്പോഴും രവിച്ചേട്ടൻ ഇതൊന്നും ശ്രദ്ധിക്കാറേയില്ല. ഇതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്കറിയാം അമ്മയുടെ ആവേശം എത്രത്തോളം ഉണ്ടെന്ന്. അങ്ങനെ എനിക്ക് ഒരു ദിവസം ആലപ്പുഴ വരെ ഒന്ന് പോകേണ്ടി വന്നു. എനിക്കറിയാം ഞാൻ പോകുമ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. അത്രയ്ക്ക് കൊണ്ടു നിൽക്കുവാണ് അമ്മ. ഞാൻ എനിക്ക് കൂട്ടുവരാൻ പറഞ്ഞിരുന്ന സുധീറിന്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവന്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ഞാൻ ചോദിച്ചു, സുധീർ എന്തി അമ്മേ? അയ്യോ മോനെ, അവൻ ഒരു ഹോസ്പിറ്റൽ കേസുമായി രക്തം കൊടുക്കാൻ രാജു വന്ന് രാവിലെ വിളിച്ചു കൊണ്ടുപോയി. രണ്ടുപേരും കൂടി എവിടെ പോകാനായിരുന്നു പരിപാടി? സുധീറിന്റെ അമ്മ ചോദിച്ചു. ആലപ്പുഴ വരെ ഒന്ന് പോകണം അമ്മേ, വിഷ്ണു പറഞ്ഞു. അങ്ങനെ സുധീറിന്റെ അമ്മയുമായി കുറച്ചു നേരം സംസാരിച്ചു. ഇനിയിപ്പോൾ നാളെ പോകാം ആലപ്പുഴയ്ക്ക്. അവൻ വരുമ്പോൾ ഒന്ന് പറഞ്ഞേക്കണേ. ശരി മോനെ, പറഞ്ഞേക്കാം. അങ്ങനെ വിഷ്ണു തിരിഞ്ഞ് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ അമ്മ അവിടെയൊന്നും കണ്ടില്ല. പറമ്പിലും ഇല്ല. രവിയണ്ണനെയും കാണാനില്ല. എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ സൗണ്ട് ഉണ്ടാക്കാതെ ആദ്യം പുരയുടെ ചുറ്റുപാട് ഒന്ന് നോക്കി. അപ്പോഴാണ് ഞാൻ ആഗ്രഹിച്ച കാര്യം പൊന്തൻകാട്ടിൽ അരങ്ങേറുന്നത്. ഇത്രയും നാൾ അടക്കി വെച്ചിരുന്ന അമ്മയുടെ ആ ആവേശം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. രവിയണ്ണനും മോശം ഒന്നുമല്ല. രവിയണ്ണൻ സ്പീഡിൽ ഫയൽ ചെയ്യുകയാണ്. അമ്മയാണെങ്കിൽ ആനന്ദ നിർവൃതിയിൽ ആറാടുന്നു. ഇതെല്ലാം കണ്ട് ഞാൻ അവിടെ നിന്ന്
തന്നെ സ്വയം ഭോഗം ചെയ്ത് തൃപ്തനായി